Allahu 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 Allah. Assalamu alaikum warahmatullah. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in. Amma ba'd. സഹ്വിന്റെ സുജൂദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 42ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വളരെ ഉപകാരമുള്ള അറിവുകളാണ് ഇത്. സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് കേൾക്കുന്നവരുടെ കടമയാണെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. സുജൂദ് സഹ്വ, സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങൾ. സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടുന്ന വളരെയധികം കാരണങ്ങളുണ്ട്. ചിലത് നമ്മുടെ ചർച്ചയിൽ കൊണ്ടുവരികയാണ്. ഒന്ന്, അബ്ആദ് സുന്നത്തുകളെ ഒഴിവാക്കൽ. അബ്ആദ് സുന്നത്തുകൾ എന്തൊക്കെയാണ് എന്ന് ഇതിന്റെ മുമ്പുള്ള ഭാഗങ്ങളിൽ വളരെ വ്യക്തമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അത് കേട്ട് മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയാണ്. അബ്ആദ് സുന്നത്തുകളെയോ അബ്ആദ് സുന്നത്തുകളിൽ നിന്ന് ഒന്നിനെയോ മനഃപൂർവമോ മറന്നുകൊണ്ടോ ഒഴിവാക്കുക എന്നതാണ് സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടുന്ന കാരണങ്ങളിൽ നിന്ന് ഒന്നാമത്തെ കാരണം. അപ്പൊ അബ്ആദ് സുന്നത്തുകൾ 20 സുന്നത്തുകളുണ്ട്. അതിൽ നിന്ന് ഒന്നിനെ ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ അത് മുഴുവനും ഒഴിവാക്കിയാലും സഹ്വിന്റെ 2 സുജൂദ് ചെയ്താൽ മതി. അത് മറന്നുകൊണ്ട് ഒഴിവാക്കിയാലും മനഃപൂർവം ഒഴിവാക്കിയാലും സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട്. അപ്പോ ഒന്നാമത്തെ കാരണം അതാണ്. രണ്ട്, ഏതെങ്കിലും ഒരു അബ്ആദ് സുന്നത്ത് ഒഴിവാക്കിയിട്ടുണ്ടോ എന്നതിൽ സംശയിക്കൽ, അപ്പോഴും സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട്. 3, ഒരു ഖൗലിയായ ഫർളിനെ അതിന്റെ സ്ഥാനമല്ലാത്തതിലേക്ക് നീക്കം ചെയ്യൽ. സൂറത്ത്, അത് മാത്രമാണ് ഇവിടെ ബാധകമാകുന്നത്. സൂറത്ത് അതിന്റെ സ്ഥലം എന്ന് പറയുന്നത് ഖിയാമിലാണ്. ഖിയാമിലല്ലാത്ത സമയത്ത് ഓതുക. അങ്ങനെ ഓതിയാൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അതേ പ്രകാരം തന്നെ മനഃപൂർവം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന ഒരു കാര്യം. 4, മനഃപൂർവം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന ഒരു കാര്യം മറന്നുകൊണ്ട് ചെയ്താൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഉദാഹരണം, ഒരു ഫീലിയായ ഫർളിനെ അധികമാക്കുന്നത് പോലെ. ഒരു റക്അത്തിൽ ഒരു റുക്കൂ ആണുള്ളത്, മറന്നുകൊണ്ട് എന്ത് ചെയ്തു? 2 റുക്കൂ ചെയ്തു. ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ മനഃപൂർവം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന ഒരു കാര്യം മറന്നുകൊണ്ട് ചെയ്താൽ സഹ്വിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അതേ പ്രകാരം തന്നെ കുറഞ്ഞ സംസാരം എന്നത് കണക്കാക്കുന്നത് സാധാരണ നിലക്കത് കുറഞ്ഞതാണ് എന്ന് പറയുന്ന അവസ്ഥയിലുള്ള കുറഞ്ഞ സംസാരം. 2 കലിമത്തുകൾ, 3 കലിമത്തുകളൊക്കെ കുറഞ്ഞ സംസാരത്തിന് ഉദാഹരണമായി 2 പദങ്ങൾ, 3 പദങ്ങൾ ഒക്കെ കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അപ്പോ സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടുന്നതായ കാരണം 4 നാം വിവരിച്ചത്.
നാലാമത്തത് മനഃപൂർവം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്ന കാര്യം മറന്നു ചെയ്യുക എന്നതാണ്. അത് 4 വിഭാഗമുണ്ട്. ഒന്ന്, മനഃപൂർവം ചെയ്താലും മറന്നു ചെയ്താലും നിസ്കാരം ബാത്തിലാകുന്ന കാര്യം, അതിന് സഹുവിന്റെ സുജൂദ് ആവശ്യമില്ല. കാരണം നിസ്കാരം ബാത്തിലായി കഴിഞ്ഞാൽ പിന്നെ സഹുവിന്റെ സുജൂദ് വേണ്ട. 2, മനഃപൂർവം ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. അതേ പ്രകാരം എന്നാൽ അറിവില്ലാതെയോ മറന്നുകൊണ്ടോ ആണെങ്കിൽ നിസ്കാരം ബാത്തിലാവുകയില്ല. ഉദാഹരണത്തിന് ഒരു ഫർദിനെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റുകൂഇനെ അല്ലെങ്കിൽ സുജൂദിനെ അധികമാക്കൽ, അതിന് സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട്. 3, മനഃപൂർവം ചെയ്താൽ നിസ്കാരം ബാത്തിലാക്കും, മറന്ന് ചെയ്താൽ നിസ്കാരം ബാത്തിലാവുകയില്ല. അങ്ങനെയുള്ള കാര്യം, ഉദാഹരണത്തിന് തൊണ്ടനക്കുക, ഇതിന് സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട്. 4, ഒരിക്കലും നിസ്കാരം ബാത്തിലാവുകയില്ല. അത് 2 ഇളക്കം ഇളകും പോലെ. 3 ഇളക്കം ഇളകിയാലാണ് നിസ്കാരം ബാത്തിലാവുക. 2 ഇളക്കം ഇളകി നിസ്കാരം ബാത്തിലാവുകയില്ല. ഇതിന് സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ 4 രൂപത്തിൽ നിന്ന് 2 രൂപത്തിൽ സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട്. ഒന്നാമത് പറഞ്ഞതും 4ാമത് പറഞ്ഞതിനും സഹ്വിന്റെ സുജൂദ് സുന്നത്തില്ല. 2ാമത് പറഞ്ഞതും 3ാമത് പറഞ്ഞതിനും സഹ്വിന്റെ സുജൂദ് സുന്നത്തുണ്ട്. പിന്നെ സഹ്വിന്റെ സുജൂദ് സുന്നത്തുള്ള കാര്യത്തിൽ നിന്ന് 5ാമത്തത്, ഒരു പ്രവൃത്തി അത് അധികമാവാൻ സാധ്യത ഉണ്ടായിരിക്കലോടുകൂടെ ഒരു പ്രവൃത്തിയെ കൊണ്ടുവരലാണ്. അധികമായിട്ടുണ്ടോ എന്നൊരു സംശയത്തോടു കൂടെ ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഒരാൾക്ക് സംശയമാണ് ഒരു വസ്തുവിനെ ഒഴിവാക്കിയിട്ടുണ്ടോ എന്നതിൽ. ഉദാഹരണം റുക്കൂ അല്ലെങ്കിൽ സുജൂദ് അല്ലെങ്കിൽ റക്അത്ത്, ഇങ്ങനെ സംശയമാണെങ്കിൽ അപ്പൊ 3ആണോ 4ആണോ നിസ്കരിച്ചത്, അല്ലെങ്കിൽ ഒരു റക്അത്തിൽ 2 സുജൂദുണ്ട്, ഞാനിപ്പോൾ ഒരു സുജൂദാണോ ചെയ്തത് 2 സുജൂദാണോ ചെയ്തത്, ഒരു റക്അത്തില് ഞാനിപ്പോ റുക്കൂ ചെയ്തിട്ടുണ്ടോ ഇല്ലേ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ അവന്റെ ഭാവന അനുസരിച്ച് പ്രവർത്തിക്കാൻ പാടില്ല, മറ്റൊരാളെ വാക്ക് സ്വീകരിക്കാനും പാടില്ല, മറ്റൊരാളുടെ പ്രവൃത്തിയോട് തുടരാനും പാടില്ല എന്നാണ്. അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ തവാത്തുറിന്റെ അതത് വേണം. അതായത് കളവിന്റെ മേലിൽ അവർ യോജിക്കാൻ പറ്റാത്ത അത്രയും വലിയ സംഖ്യ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അതൊരു 4-ലധികമെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് ഏറ്റവും കുറഞ്ഞ തവാത്തുറിന്റെ അതതായി സർവാനിയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ഇതുവരെ ഈ പറഞ്ഞ മസ്അലകൾ നാം പലതവണ, ഒരു തവണ ഒന്നും കേട്ടാൽ ഇത് മനസ്സിലാവണമെന്നില്ല, പല തവണ കേട്ടു നോക്കി മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം എന്നുണർത്തുകയാണ്. അല്ലാഹു നാം എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മിൽ നിന്നും നമ്മളുടെ സഹോദരിമാരിൽ നിന്ന് ഒക്കെ അവരുടെ മാതാപിതാക്കൾ, നമ്മുടെ മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും വിജയികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മുടെ ഈ അറിവുകളൊക്കെ മറ്റുള്ളവർക്ക് കൈമാറുന്നവർക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇത് കേൾക്കുന്നവരൊക്കെയും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും മറ്റുള്ളവരെ അതിലേക്ക് പ്രേരിപ്പിക്കണമെന്നും പ്രത്യേകമായി ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.